കൊണ്ടുവന്ന് വെക്കാറ്. ഒന്നുമില്ല, ഇതിന് ചാവി എവിടെയാണ്? എനിക്കങ്ങനെ അറിയാം. മല്ലിക അല്ലേ അതിന്റെ പൂട്ട് കെട്ടത്. അവിടെ ചെന്ന് ചോദിക്കേ. ഇവിടെ എവിടെ ഈ മേശപ്പുറത്തൊക്കെയാണല്ലോ വെക്കലത്. എന്താ? ഒന്നുമില്ല. ഞാൻ ചോദിച്ചോട്ടെ, ഒരു മിനിറ്റ്. പണിയായതൊക്കെ ഇവിടെ കൊണ്ടുവച്ചേക്കുന്നത് എന്താ കാര്യം? ഒന്നുമില്ല. ഇല്ല, ഇത് മാറ്റിയാ പോരെ? അല്ല, ഇത് മാറ്റിയാന്ന് വെച്ചാൽ നീ സാധാരണ ഇവിടെ അല്ലല്ലോ വെക്കുന്നത്. നിനക്ക് എന്താ ഒരു പരിഭ്രമം പോലെ, ഒരു വെപ്രാളം? അമ്മ, വേറെ ഒരാളും കണ്ടിട്ടില്ല, ഞാൻ ആരോടും പറഞ്ഞിട്ടുമില്ല. ഇപ്പൊ നമ്മൾ രണ്ടാളും മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ. അമ്മ ഒരു കാര്യം ചെയ്യും, അമ്മ ഇത് സൂക്ഷിച്ചു വെക്കും, ആരോടും പറയണ്ട കേട്ടോ. ഇതെവിടെ കൊണ്ടുവയ്ക്കാൻ ഒരു കാര്യം ചെയ്യും. മോൻ തന്നെ അതങ്ങോട്ട് അവിടെ വെച്ചാരാ. പൂട്ടണം. ഞാൻ പൂട്ടിക്കൊള്ളാം. പോയല്ലോ റസിയ. എന്താ ആലോചിക്കണ്? ഒന്നുമില്ല. എന്താ ഭയങ്കര ചിന്തയിലാണല്ലോ. എന്താണെന്ന്? ഞാനിപ്പോ എന്ത് പറയാനാണ്? എന്തെങ്കിലും ഒന്ന് പറയടൂ. റസിയ, ഏട്ടൻ ഒരു കാര്യം വാങ്ങിയിട്ട് വന്നാ അത് എന്റെ കയ്യിലാണോ തരണ്ടേ, അത് അമ്മയുടെ കയ്യിലാണോ കൊടുക്കണ്ടേ? അതിപ്പോ ഭാര്യ എന്നുള്ള നിലയ്ക്ക് എന്റെ കയ്യിലാണ് തരേണ്ടത്. എന്തപ്പോ വാസുട്ടിയേട്ടൻ എന്തെങ്കിലും വാങ്ങി വന്നോ? അത് ഏട്ടനെ ഏട്ടൻ കുറച്ച് ഉണ്ടംപൊരി വാങ്ങിയിട്ട് വന്നേ. അത് എന്റെ കയ്യിലല്ലേ തരണ്ടേ, ഞാൻ അമ്മയ്ക്ക് കൊടുക്കില്ലേ? എന്റെ മോളെ ഉണ്ടംപൊരി അല്ലേ, അതിപ്പോ അമ്മയ്ക്ക് കൊടുത്തു വെച്ചിട്ട് തെറ്റൊന്നും പറയാൻ നമുക്ക് പറ്റൂല. അല്ല, ഈ പണങ്ങണ്ട. പക്ഷേ ജീവിതകാലം മുഴുവൻ വാസുട്ടിയേട്ടനെ നോക്കേണ്ടത് ഈ ആണല്ലോ. അപ്പൊ എന്റെ കയ്യിലായിരുന്നു തരേണ്ടത്. ഇതിപ്പോ എന്താ പ്രശ്നം എന്നറിയോ? ഇത് വാസുട്ടിയേട്ടൻ്റെ തെറ്റല്ല. ഈ എൻ്റെ ഇക്കാനെ നോക്ക്, ഞാൻ വരച്ച വരേൻ്റെ അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകുമോ? ഇല്ലല്ലോ. അതെന്താ നമ്മുടെ കയ്യിലൊരു കൺട്രോള് വേണോ? അതെനക്കില്ല. അതന്നെ. എന്താണ് ഈ ഇങ്ങനെ? ഉണ്ടംപൊരി അല്ലേ, സ്വർണ്ണൊന്നുമല്ലല്ലോ ഇങ്ങനെ ശ്വാസം മുട്ടാൻ വേണ്ടിയിട്ട്. ഒരു ഉണ്ടംപൊരിക്ക് വേണ്ടിയിട്ടാ. കുപ്പി ഇതിന് മാത്രം ഒരു കുറവില്ല. വെച്ചിരിക്കുന്നു.
എന്താ ഇത് എവിടുന്ന് കിട്ടി? എന്തിനാ അതെടുത്തത് നീ? ഇത് ഞാൻ എടുത്തതാണ്. കുഴപ്പമില്ല. എവിടുന്ന്? അവിടെ വെച്ചാ അവിടെ ചെയ്യ്, അവിടെ ചെയ്യ്, അവിടെ ചെയ്യ്. നീ ആവശ്യമില്ലാത്ത സാധനം എടുത്ത് കളിക്കാൻ നിൽക്കുന്നത് എന്താണ്? ഒരു കാര്യമുണ്ട്. അമ്മ അമ്മേനെ വിളിക്കണ എന്തിനാ? ഞാൻ കാര്യം ചോദിക്കുമ്പോ എവിടുന്നാ ഇത് കിട്ടി? കട്ടെടുത്തിട്ട് വന്നാണോ? നീ വെറുതെ ഞാൻ നിങ്ങളോട് പൂട്ടാൻ പറഞ്ഞാ? അല്ല, ഞാൻ ഈ താക്കോലും തപ്പി നടക്കുമായിരുന്നു അവിടെ. അമ്മേ സത്യം പറയാ, ഏട്ടൻ എന്തെങ്കിലും പറഞ്ഞോ? ഇത് എവിടുന്നാ കിട്ടിയേ? എടി ഇത് നീ എന്തിനാ കടന്നിട്ട് ഇങ്ങനെ പടക്കാൻ നിൽക്കണതെന്ന്? പിന്നെ 10-30 പാവം വരും. ഇത് എവിടുന്നാ കിട്ടിയെന്ന് എന്നോട് പറ. അതെനിക്ക് റോട്ടിൽ നിന്ന് കിട്ടിയതാണ്. റോട്ടിന്നോ? ഓ. റോട്ടിൽ ഇങ്ങനെ സ്വർണം കിടക്കുവല്ലേ? എന്തൊരു ഇനിയിപ്പോ പറയാതിരുന്ന കാര്യം. അതെ, ഞാൻ പടി മാറ്റി വരികയാണ്. വരുന്ന സമയത്ത് ഒരുത്തന്റെ ബൈക്കിന്റെ മുകളിൽ നിന്ന് അവിടെ റോട്ടിൽ വീണ സാധനമാണത്. അപ്പൊ ഇതിവിടെ ഇങ്ങനെ വെക്കാന്നോ? ഏട്ടാ, പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി കൊടുക്കണം, അല്ലാതെ ഇത് നമ്മുടെ വീട്ടിൽ വെക്കുന്ന സേഫ് അല്ല. ഞാൻ ഈ സാധനം എടുത്തിട്ട് അവരെ പിന്നാലെ പോയി എങ്ങനെ കൊടുക്കാൻ പറ്റണ കൊടുക്കാലോ എന്ന് വിചാരിച്ചിട്ട് കുറെ ഓടി നോക്കി. അവൻ വണ്ടി വിട്ട് പോയി. പിന്നെന്താ കാട്ടുക? പിന്നെ ഇത് നാട്ടുകാരുടെ മുമ്പിൽ കാണിക്കാൻ പറ്റുമോ? പിന്നെ അത് പതുക്കെ ബാഗിൽ വെച്ച് നേരെ ഇങ്ങോട്ട് പോകുന്നു. ആരും കണ്ടിട്ടില്ല. അല്ലെങ്കിലേ മുഴുക്കൂടിയെ പണിക്കും പോകത്തില്ല. നാട്ടിൽ മുഴുവൻ ചീത്തപ്പേരാ. നീ കള്ളനെന്നുള്ള ചീത്തപ്പേരും കൂടി നമുക്ക് വേണമേ. ഇതിന്റെ കേടാണ് നിനക്ക്. എന്താ നിനക്ക് ഇപ്പൊ ഇത് ആവശ്യമില്ലാണ് ഓരോന്ന് പറഞ്ഞുകൊടുക്കാണ്. അവൻ മോട്ടിച്ചതല്ല ഇത്. ഏട്ടാ, നാട്ടിൽ മുഴുവൻ CCTV. അവരെന്തായാലും ഇപ്പൊ പോലീസ് സ്റ്റേഷനിൽ പോയിട്ടുണ്ടോ? അതെ, CCTV ഒന്നും ഇല്ല എവിടെയും. ആ നടു റോട്ടിൽ അതുകൊണ്ടിട്ട് ആരുടെ CCTV വെക്കണത്? ആരാ വെക്കണത്? നമ്മളിപ്പോൾ 2 ദിവസം ഇതിവിടെ വച്ചേക്കും. ഉടമസ്ഥ വരുന്നത് നമ്മൾ കൊടുക്കുന്നത്. ഇനിയിപ്പോൾ പോലീസ് സ്റ്റേഷനിൽ പോയെന്ന് വെച്ച് വലിയ വിശേഷമൊന്നുമില്ല. ഇത് കൊണ്ട് കൊടുത്താൽ എന്തുവാ? ഇനിയിപ്പോ നേരെ പോലീസ് സ്റ്റേഷനിൽ ഇപ്പോൾ കൊണ്ടു കൊടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും? ആള് കുഴപ്പമില്ല, ആള് നല്ല സത്യസന്ധനാണ്, കിട്ടും. അത് മതിയാ. എടി ഇത് പോത്ത, ഇത് ദൈവം കാണിച്ചു തന്നിട്ടുള്ള വഴിയാണ്. വെറുതെ വന്ന മഹാലക്ഷ്മിയെ തട്ടിക്കളയാൻ നിൽക്കണ്ട നീ. ദേ, നമ്മുടെ ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടും കണ്ടിട്ട് ദൈവം തന്നതാണ് നമ്മുടെ പ്രാർത്ഥന. എങ്ങാനും ഇത് വിറ്റിട്ട് ഇതിന് ആള് വന്നില്ലേ വിചാരിക്കും. ഇത് വിറ്റിട്ട് കുറച്ച് പൈസ കിട്ടിയാൽ ആ വീട് തിരിച്ചെടുക്കാം. നമുക്ക് സുഖമായിട്ട് കഴിഞ്ഞൂടെ? തിരുപ്പതി ഭഗവാൻ അതാ 24 മണിക്കൂറും പ്രാർത്ഥിക്കുന്ന ആളാണ്. തിരുപ്പതി ഭഗവാനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അവിടെ കിട്ടണ കാണിക്ക ഇതേപോലെ നല്ല ഭക്തരായിട്ടുള്ള ആളുകൾക്ക് ഇങ്ങനെ വെതറി കൊടുക്കും ദൈവം. അമ്മനെ പറയാറില്ല, ചോദിച്ചോക്ക്. സമാധാനപ്പെടുമോളെ. നീ എന്തിനാ കിടന്നിട്ട് ഇങ്ങനെ കുരയ്ക്കാൻ നിൽക്കണത്? ഏട്ടാ, എനിക്കൊരു സ്വസ്ഥതയില്ലാട്ടെ. എനിക്ക് നല്ല പേടിയുണ്ട്. ഒരു കുഴപ്പമില്ലടി. ഇത് 2 ദിവസം നമ്മൾ കയ്യിൽ വെക്കണു. ആരും വന്നില്ല എങ്കിൽ അപ്പൊ നമുക്ക് എടുത്ത് ചെയ്താ പോരെ? സമാധാനപ്പെടുമോളെ. നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ശരിയല്ലേ ഒന്ന്. നമ്മൾ ആരുടെയും മുതൽ മോട്ടിക്കാൻ പോയിട്ടില്ല. പിന്നെ ഒരു മനുഷ്യൻ ഇത് കണ്ടിട്ടില്ല, പിന്നെന്താ പ്രശ്നം? ആരെങ്കിലും കണ്ടാലേ കുഴപ്പമുള്ളൂ. പിന്നെ മാത്രല്ല അമ്മ, വ്യാഴമാറ്റാന്നാ പറയണത്. മൊത്തത്തില് എല്ലാ ആളുകൾക്കും ഈ വ്യാഴം മാറിനോട് കൂടിയിട്ട് നല്ല കാലം വരികയാണെന്ന്. എന്നാലും ഇനിയിപ്പോ അതൊക്കെ ആണോ എന്നുള്ളത് അറിയില്ലല്ലോ. നിന്റെ ദോഷസമയം മാറി വരുന്ന ജാതകത്തിലുണ്ട്. അതൊക്കെ തന്നെയാണ് പറയണത്. ചിരിയുടെ തരികിട മേളം